വീണ്ടും ജനവാസ മേഖലയിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. ഇന്നലെ രാത്രി കുറ്റിയാർ വാലിയിൽ എത്തിയ കാട്ടാന കൃഷികൾ നശിപ്പിച്ചു. വനപാലകരെത്തി ഈ പ്രദേശത്ത് നിന്ന് കാട്ടാനയെ തുരത്തിയെങ്കിലും തൊഴിലാളികൾ താമസിക്കുന്ന കൊരണ്ടിക്കാട് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, എവിടെയുണ്ട് ഇപ്പോൾ കാട്ടാന? യേഷ് കുമാർ, മൂന്നാർ പരിസരത്ത് തന്നെ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പടയപ്പയുടെ ശല്യം അതിരൂക്ഷമായി വന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഒരു സ്പെഷ്യൽ RRT സംഘത്തെ നിയോഗിക്കുകയും പിന്നീട് ഈ RRT സംഘം പടയപ്പയെ കാട് കയറ്റുകയും ചെയ്തിരുന്നത്. ഏതാണ്ട് ഒരു മാസത്തോളമായി വലിയ ശല്യമില്ലാതെ കാടിനുള്ളിൽ തന്നെ നിന്നിരുന്ന പടയപ്പ വീണ്ടും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഈ കുറ്റിയാർ വാലിയിലേക്ക് തോട്ടം തൊഴിലാളികൾക്ക് വീതിച്ചു നൽകിയിരിക്കുന്ന സ്ഥലം, അവിടെ നിരവധിയായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അവിടേക്ക് എത്തിയത്. വ്യാപകമായിട്ട് കൃഷിനാശം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കർഷകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത്ത വാഴകളടക്കമുള്ള കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് RRT സംഘം വളരെ വേഗത്തിലെത്തുകയും ആനയെ പതിയെ തുരത്തുകയും ചെയ്തു. ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറിയെങ്കിൽ പോലും തൊട്ട് സമീപ പ്രദേശമായിട്ടുള്ള കൊരണ്ടിക്കാടിന് സമീപം കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും 24 മണിക്കൂറും ഈ ഒരു സ്പെഷ്യൽ RRT സംഘത്തിൻ്റെ നിരീക്ഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഒരു മാസത്തിന് ശേഷം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പടയപ്പ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്.